എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പരിപാടിയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം ഇത്തവണ നേരത്തെയാകും. വിശദമായ വാർത്തയിലേക്ക് തന്നെ അടക്കാം. ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തീർച്ചയായും ലൈക്കും കൂടി ചെയ്തതോടെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിക്കുന്ന വാർത്തയിൽ തന്നെ നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം ഇത്തവണ നേരത്തെയാകും എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായും പറയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് എല്ലാ വർഷവും നമ്മൾ കാണാറുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഓഡ് സെമസ്റ്റർ പരീക്ഷ, അതായത് 1, 3, 5 സെമസ്റ്റർ പരീക്ഷകൾക്ക് നല്ല ഗ്യാപ്പ് കാണും. ജൂൺ മാസം ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൽ 1ാം സെമസ്റ്റർ മാത്രമാണ് ഒരു അഡ്മിഷനൊക്കെ കഴിഞ്ഞൊരു ഓഗസ്റ്റ് മാസത്തോടെ ജൂലൈ ഒക്കെ ആകുന്നത്. ബാക്കിയുള്ള 3, 5 സെമസ്റ്റർ പരീക്ഷകളെല്ലാം ജൂൺ മാസം 1 മുതൽ ആരംഭിക്കും. അങ്ങനെ ജൂൺ മാസം 1 മുതൽ ആരംഭിക്കുന്ന ക്ലാസ്സുകൾ പിന്നീട് നവംബർ മാസത്തിൽ അല്ലെങ്കിൽ ഒക്ടോബർ നവംബർ മാസത്തിലാണ് പരീക്ഷകൾ ഉണ്ടാകുക. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പം 4 മാസമെങ്കിലും, മിനിമം ഒരു 4 മാസമെങ്കിലും, 5 മാസത്തോളം തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ക്ലാസ് കിട്ടുന്നുണ്ട്. ഫിഫ്ത്ത് സെമസ്റ്റർ മാത്രമാണ് കുറച്ചും കൂടി നേരത്തെ കണ്ടക്ട് ചെയ്യാറുള്ളത്. എന്നാൽ ഈവൻ സെമസ്റ്റർ പരീക്ഷകളായ 2, 4, 6 സെമസ്റ്റർ പരീക്ഷകൾക്ക് ഇത്രയും സമയം കിട്ടില്ല എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക. പ്രധാനമായും 6ാം സെമസ്റ്റർ പരീക്ഷയുടെ കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്നുള്ളത് യൂണിവേഴ്സിറ്റിയെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് ഫർദർ സ്റ്റഡീസിനും ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ പോകേണ്ട വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പരീക്ഷ വേഗം പൂർത്തീകരിക്കണം, അതിൻ്റെ വാല്യുവേഷൻ ചെയ്യണം, റിസൾട്ട് പ്രസിദ്ധീകരിക്കണം, റീവാല്യുവേഷൻ നടത്തണം, അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കണം, നിങ്ങളുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണം എന്നിങ്ങനെ നിരവധി പ്രൊസീജിയേഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി 6ാം സെമസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കി നിൽക്കാനുള്ള നേരം കാണില്ല. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കഴിഞ്ഞും വേഗത്തിലായിരിക്കും 6ാം സെമസ്റ്റർ പോവുക. കാരണം ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലുണ്ടാവും. കാരണം അത് പെട്ടെന്ന് തന്നെ വളരെ ചുരുക്ക സമയം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ 5ാം സെമസ്റ്റർ കഴിയുമ്പോൾ തന്നെ 6ാം സെമസ്റ്റർ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. 5 സെമസ്റ്റർ വിജയകരമായി കംപ്ലീറ്റ് ആക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് 6ാം സെമസ്റ്ററിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ 1 വർഷം പോകുമെന്നുള്ളത് എന്തായാലും ഉറപ്പ് തന്നെയാണ്. തീർച്ചയായും പഠിച്ചു മുന്നേറുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെയും മൈ നെയിം ഈസ് ഫൗണ്ടർ ഓഫ് സ്ക്രൈ ഫോർ ദ കരിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.